പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മൗലിദ് സദസ്സുകളിലെല്ലാം സർവ്വസാധാരണമായി നമ്മൾ ചൊല്ലാറുള്ള പരിശുദ്ധമായ ത്വലഅൽ ബദ്റു അലൈന ബൈത്ത്. ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ. റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് എത്തുമ്പോൾ ദഫ് മുട്ടിക്കൊണ്ട് മദീന നിവാസികൾ നബി തങ്ങളെ സ്വീകരിച്ചപ്പോൾ ആലപിച്ച ആ ബൈത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആസ്വദിക്കുകയും അത് ചൊല്ലുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ, അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് പാടിയ ആ ത്വലഅൽ ബദ്റു അലൈന ബൈത്താണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള, വളരെ ചെറുപ്പം മുതലേ നാം കേട്ടു പഠിച്ച ഒരു ബൈത്താണ് ത്വലഅൽ ബദ്റു അലൈന ബൈത്ത്. നമ്മുടെ മൗലിദ് സദസ്സുകളിലെല്ലാം ഉൾപ്പെടുത്താറുള്ള ഒരു ബൈത്ത് കൂടിയാണ് ത്വലഅൽ ബദ്റു അലൈന ബൈത്ത്. വളരെ അർത്ഥവത്തായ ഒരു ബൈത്താണ്. മദീന നിവാസികൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദഫ് മുട്ടി അവർ പാടിയ ഈ ബൈത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. എല്ലാവരും ആസ്വദിക്കുകയും കൂടെ ചൊല്ലുകയും ചെയ്യുക. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ അയ്യുഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംറിൽ മൂതാ ജിഅത ശറഫ്തൽ മദീന മർഹബാ യാ ഖൈറ ദാ മർഹബാ യാ നൂറ ഐനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഹ്ലൻ വസഹ്ലൻ മർഹബാ യാ ഖൈറ ദാ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്റു അലൈനാ യാ റസൂലല്ലാഹ് അല്ലാഹ് മാ ദഅ ലില്ലാഹി ദാഇ യാ ഹബീബല്ലാഹ് മർഹബാ യാ നൂറ ഐനി മർഹബാ ജദ്ദൽ ഹുസൈനി മർഹബാ അഹ്ലൻ വസഹ്ലൻ യാ റസൂലല്ലാഹ് അല്ലാഹ് മർഹബാ യാ ഖൈറ ദാഇ യാ ഹബീബല്ലാഹ്. قد لبست ثوب عز بعد تلفيق الوقاع أنت في الكل جميل يا رسول الله الله وجمال يا مطاع يا حبيب الله مرحبا يا نور عيني مرحبا جد الحسيني مرحبا أهلا وسهلا يا رسول الله الله مرحبا يا خير داعي يا حبيب الله ورضعنا ثدي وصل قبل أيام الرضاع ربنا صلي على من يا رسول الله الله حل في خير البقاع
യാ ഹബീബല്ലാഹ്. മർഹബ യാ നൂറ ഐനി മർഹബ ജദ്ദൽ ഹുസൈനി മർഹബ അഹ്ലൻ വസഹ്ലൻ യാ റസൂലല്ലാഹ്. അല്ലാഹ് മർഹബ യാ ഖൈറ ദാഇ യാ ഹബീബല്ലാഹ്. വഅലാ ആലിൻ വസഹ്ബിൻ മാ സഅ ലില്ലാഹി സാഇ വസ്ബിലിസ് സിത്റ അലൈനാ യാ റസൂലല്ലാഹ്. അല്ലാഹ് യാ മുജീബൻ കുല്ലി ദാഇ യാ ഹബീബല്ലാഹ്. മർഹബ യാ നൂറ ഐനി മർഹബ ജദ്ദൽ ഹുസൈനി മർഹബ അഹ്ലൻ വസഹ്ലൻ യാ റസൂലല്ലാഹ്. അല്ലാഹ് മർഹബ യാ ഖൈറ ദാഇ യാ ഹബീബല്ലാഹ്. പ്രിയമുള്ളവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള ഒരു തവസ്സുൽ ഗാനം കൂടി ഇന്ന് ആലപിക്കുകയാണ്. എല്ലാവരും ആസ്വദിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. പാപമേറെ ചെയ്തു പോയ ദോഷികളാം ഞങ്ങളെ മുത്ത് നബി തങ്ങളാലെ പൊറുക്കണേ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. റൂഹ് പിരിയും നാളിൽ ഈമാൻ സലാമത്താകുവാൻ മുത്ത് നബി തങ്ങളാൽ തൗഫീഖ് താ യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. അമലുകൾ തൂക്കം പിടിച്ച കിതാബ് നൽകും നാളില് മുത്ത് നബി തങ്ങളുടെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളുടെ ബറകത്തിനാൽ എമൈ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ദണ്ണം വഭാവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. റബീഉൽ അവ്വൽ 12 ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസം. ഒരുപാട് അത്ഭുതങ്ങളാണ് ആ സമയത്തുണ്ടായത്. സാബാ തടാകം വറ്റി വരണ്ടു, ശിർക്കിൻ്റെ കോട്ടകുത്തരങ്ങൾ തകർന്നടിഞ്ഞു. ഇത്തരത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന ഒരു ദിവസമാണ് റബീഉൽ അവ്വൽ 12. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൽ ഈ ഒരു ദിവസം കടന്നു വരുമ്പോൾ നമ്മൾ അതിൽ ആനന്ദിക്കുകയും നമ്മുടെ നേതാവിനോടുള്ള സ്നേഹം വിവിധങ്ങളായ രീതിയിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എത്ര വർണ്ണിച്ചാലും നമുക്ക് തീർക്കാൻ പറ്റാത്ത മഹത്വത്തിൻ്റെ ഉടമയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തിനെ ഇത്രയും അധികം സ്വാധീനിച്ച, ലോകത്ത് ഇത്ര മനോഹരമായ ഒരു സംസ്കാരം വളർത്തിയെടുത്ത ഒരു നേതാവിനെ തന്നെ വേറെ കാണാനില്ല. 63 വർഷം കൊണ്ട് ലോകത്തിൻ്റെ മുന്നിൽ വലിയ ഒരു സംസ്കാരം, കാടത്ത രീതിയിൽ ജീവിച്ചിരുന്ന അറബികളെ അവരെ സംസ്കാര സമ്പന്നരായി വളർത്തിയെടുത്ത് ലോകത്തിൻ്റെ മുന്നിൽ ഒരു മാതൃകാ സമൂഹമായി അവരെ മാറ്റിയെടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടപെടലായിരുന്നു. എന്തായിരുന്നു നബി തങ്ങളുടെ ഇതിൻ്റെ പിന്നിലുള്ള ശക്തി? അത് ദൈവികമായ പിന്തുണയായിരുന്നു. എല്ലാം വഹയിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം വഹയിലൂടെ. സ്വന്തമായൊരു അഭിപ്രായം ഇല്ല, സ്വന്തമായി ഒന്നും ചെയ്തതുമില്ല. എല്ലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ദൈവിക സന്ദേശത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. ഇത്തരത്തിൽ ലോകത്ത് കുഴിച്ചു മൂടപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ പുനരുദ്ധാരകനായി, അതുപോലെ തന്നെ അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിൻ്റെ വിമോചകനായി, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ അവകാശ സംരക്ഷകനായി വിവിധങ്ങളായ രീതിയിൽ ശക്തമായ പോരാട്ടം നടത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തിത്വമായി മാറി. അതുകൊണ്ടാണ് മൈക്കൽ എച്ച് ഹാർട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 മഹാന്മാരെന്ന് പറഞ്ഞൊരു പുസ്തകം രചിച്ചപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പേജിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പ്രതിപാദിച്ചത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും ജനങ്ങളെ സ്വാധീനിച്ച ഇടപെടലുകൾ നടത്തിയ ഒരു വ്യക്തിത്വത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, എൻ്റെ പഠനത്തിൽ എനിക്ക് കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ ഞാൻ രചിച്ച ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ ആര് വരണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അതിനെന്തുകൊണ്ടും അർഹൻ മുഹമ്മദ് തന്നെയാണെന്ന് അദ്ദേഹം അതിൽ പറയുകയാണ്. ഇത്തരത്തിൽ നമുക്ക് പറഞ്ഞാലും പാടിയാലും എഴുതിയാലും തീർക്കാൻ പറ്റാത്ത മഹത്വത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹത്വത്തെ അംഗീകരിക്കണം. അത് അംഗീകരിച്ചവർക്ക് മാത്രമേ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയുള്ളൂ എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എവിടെയെല്ലാം അള്ളാഹു അവൻ്റെ പേര് പറയുന്നുവോ അവിടെയെല്ലാം അവൻ്റെ ഹബീബിൻ്റെ പേരും പറയുന്നു. നമ്മൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ ഫർള് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ 14 ഫർളുകളിലും ഒന്ന് നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മങ്ങളിലും നബി തങ്ങളുടെ മഹത്വത്തെ അംഗീകരിക്കുക എന്നുള്ളത് അല്ലാഹു തആല നിർബന്ധമാക്കി. അല്ലാഹു തന്നെ നേരിട്ട് ആദരിച്ച, അല്ലാഹു തന്നെ വളരെയധികം ബഹുമാനിച്ച ഒരു വ്യക്തിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രതീക്ഷയും ഈ നേതാവിൽ തന്നെയാണ്. നാളെ മഹ്ശറ വൻസഭയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നഗ്നപാതരായിക്കൊണ്ട് തലയ്ക്ക് തൊട്ടുമുകളിൽ സൂര്യൻ കത്തി നിൽക്കുന്ന സമയത്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ ഈ നേതാവ് വരുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള അമലുകളെല്ലാം ചെയ്യുന്നത്. അല്ലാഹു തആല ആഖിറത്തിൽ ഹബീബിൻ്റെ ശഫാഅത്ത് നൽകിക്കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവിടുത്തെ കരങ്ങളിൽ നിന്നും ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അവിടുത്തെ തൃക്കല്യാണത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനോഹരമായി വർണ്ണിക്കുന്ന മറ്റൊരു മദ്ഹ് ഗാനം കൂടി ആലപിക്കുകയാണ്. എല്ലാവരും ആസ്വദിക്കുക. അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വെള്ളി നില പോൽ സുന്ദരനു പൂവെൺമ നിറഞ്ഞൊരു ചെമ്പകമോ
ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ വെള്ളി നിലാപ്പോൾ സുന്ദരനു പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ പാൽ നില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നിലാപ്പോൾ സുന്ദരനു പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ മാമരങ്ങളോദിസലാം അന്ത്യദൂതിലേ മാല കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങളെ ഹാഷിം ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരീശമേഘം തങ്കസിറാജേ മാമരങ്ങളോദിസലാം അന്ത്യദൂതിലേ മാല കോർത്തിടുന്നു വിണ്ണിൽ താരകങ്ങളെ ഹാഷിം ഖുറൈശിയിലെ ചെമ്മലർ നൂറേ ആരിലും പിരീശമേഘം തങ്കസിറാജേ പാൽ നില പോലെ ലംഘിടും നൂറേ ആലം വാഴ്ത്തുന്നു നിറദീപം ചാർത്തുന്നു വെള്ളി നിലാപ്പോൾ സുന്ദരനു പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ 40 തെളിഞ്ഞുവല്ലോ നൂറിൻ പൊലിവ് നായകൻ്റൊളി ചൊരിഞ്ഞു പുണ്യദൂതില് നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാത നമ്മിൽ കാട്ടി റസൂല് 40 തെളിഞ്ഞുവല്ലോ നൂറിൻ പൊലിവ് നായകൻ്റൊളി ചൊരിഞ്ഞു പുണ്യദൂതില് നന്മ തിന്മ വേർതിരിവ് കാട്ടി കൗമില് നന്മയുടെ പാത തമ്മിൽ കാട്ടി റസൂല് യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് യാ ഷഫീഅല്ലാഹ് യാ നജിയല്ലാഹ് വെള്ളി നിലാപ്പോൾ സുന്ദരനു പൂവെണ്മ നിറഞ്ഞൊരു ചെമ്പകമോ ചെമ്പനി നീരിൻ ചെണ്ടതുപോലെ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ ചെമ്മലർ യാസീനമ്പിളിയേ. അൽഹംദുലില്ലാ, ഇന്നും നമ്മുടെ കമൻറ്റിലൂടെ ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ദുആ വസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഹലാലായ മുറാദുകളേക്കാൾ അത് ഹാസിലാകണം എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വസിയത്തായിട്ട് വരുന്നത് പ്രയാസങ്ങൾ മാറിക്കിട്ടാനാണ്. രോഗം ബാധിച്ചവർ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, മക്കളില്ലാത്തവർ, വീട് പണി തുടങ്ങിയിട്ട് പാതി വഴിയിൽ അത് നിർത്തേണ്ടി വന്നവർ, അങ്ങനെ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ വന്നവർക്ക് മാത്രമേ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ഒരു വികാരം മനസ്സിലാകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും അൽഹംദുലില്ലാ, ഇത്രയും നേരം നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്ത് എല്ലാവരും കാത്തിരിക്കുന്നത് ഈ ഒരു പ്രാർത്ഥന പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിന വ മൗലാന മുഹമ്മദ്. അല്ലാഹുവേ, വിശുദ്ധ റബീഉൽ അവ്വൽ മാസമാണ്, നിൻ്റെ ഹബീബിൻ്റെ മദ്ഹ് പറഞ്ഞ മജ്‌ലിസാണ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണേ അല്ലാഹ്. ഖൽബിനെ ശുദ്ധീകരിക്കണേ അല്ലാഹ്. സ്ഫടികം പോലെ തെളിഞ്ഞ ഹൃദയം നൽകണേ അല്ലാഹ്. നല്ലതു മാത്രം ചിന്തിക്കുന്ന പരിശുദ്ധമായ അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കണേ അല്ലാഹ്.
അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. നാളെ ഞങ്ങൾ മരിച്ചു കഴിയുമ്പോൾ 10 പേര് ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥയിലേക്ക് എന്തെങ്കിലും നന്മകൾ ഖൈറാത്തുകൾ ഈ ദുനിയാവിൽ അവശേഷിപ്പിച്ചിട്ട് പോകാൻ ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ. പടച്ചവന് ഒരുപാട് ആളുകൾ ഞങ്ങളിലേക്ക് ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. അവരുടെ സങ്കടങ്ങളും അവരുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ എല്ലാത്തിനും നീ പരിഹാരം നൽകണേ റഹ്മാൻ. എല്ലാവരുടെയും മനസ്സുകൾക്ക് സമാധാനവും സ്വസ്ഥതയും നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. വേദന തിന്നുകൊണ്ട് കഴിയുന്ന ഒരുപാട് ആളുകൾ പടച്ചവനെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അബോധാവസ്ഥയിൽ കിടന്നിട്ട് ഒന്ന് മരിച്ചു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് സഹിക്കാവുന്നതിനും അപ്പുറത്തുള്ള പ്രയാസം അനുഭവിച്ച് മനസ്സുകൊണ്ട് കൊതിച്ചു കിടക്കുന്ന എത്രയോ ആളുകളാണ്. റഹ്മാനെ, അവർക്ക് നീ സമാധാനം കൊടുക്കുക അല്ലാ. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ അവർക്കൊരു ശാന്തിക്കൊരു കാരണമാക്കണേ അല്ലാ. എല്ലാവരുടെയും ശരീരങ്ങൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും മരിക്കുന്ന സമയം വരെ ആരോഗ്യം നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യമില്ലാത്ത ജീവിതം തന്നുകൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ചുരുങ്ങിയ ജീവിതം അത് നിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമാക്കണേ അല്ലാ. ഈമാനോടുകൂടെ ജീവിച്ച് അവസാനം ഈ ദുനിയാവിനോട് വിട പറയുമ്പോൾ ഈമാനോടുകൂടെ ടെൻഷനില്ലാതെ അല്ലലില്ലാതെ ഞങ്ങളെ നീ മടക്കി വിളിക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, നാളെ മഗ്രിബ് നിസ്കാരാനന്തരം നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം.